ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ വൈകിട്ടൊരു 9:50 മൂവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വേറെ നമ്മൾ ദുരന്തർ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ വന്നു, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. നേരെ റെഡിയായിട്ട് മൂവിക്ക് പോകണം. ഞാൻ റെഡിയായി. ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് മുടി ഒന്ന് ഉണക്കിയിട്ട് വേണം മുടി കെട്ടിയിട്ട് പോകാൻ. അപ്പോൾ ബൈ. 9:50 ഷോക്ക് നമ്മൾ 9:45 ആയപ്പോൾ തന്നെ PVRൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബുക്ക് ചെയ്തത് PVR ഫോറം മോളിലാണ് ബുക്ക് ചെയ്തത്. അതാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ആക്സസബിൾ. അപ്പോൾ ഞങ്ങൾ കയറിയിരുന്നു, സീറ്റൊക്കെ കണ്ടുപിടിച്ച് കയറിയൊക്കെ ഇരുന്നു. എല്ലാവരും 1 by 1 ആയിട്ടൊക്കെ വരാനൊക്കെ തുടങ്ങി. 9:50 മൂവി ഒരു 10 o'clock ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായ കാൽക്കുലേഷൻ. അപ്പോൾ ഒരു 4 മണിക്കൂറിൻ്റെ മൂവി ഒരു 1 മണി 1:30 ആകുമ്പോൾ തീർന്ന് വീട്ടിലെത്തും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ 10 മണി എന്നുള്ളത് മാറി. 10:15 മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ അടുത്തുണ്ടായ കുറേ കപ്പിൾസൊക്കെ എഴുന്നേറ്റ്. ഞാൻ ദൈവമേ, ഞാൻ കയറി സ്ക്രീൻ ഇനി മാറിപ്പോയെന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം PVRൽ ഈ ഒരു ഭയങ്കര ലോ മെയിൻ്റനൻസ് ആണ്. അത് PVR ശ്രദ്ധിക്കണം, ഭയങ്കര മോശമാണ്. അപ്പം വീണ്ടും പരസ്യങ്ങൾ കാണിക്കാൻ തുടങ്ങി. എനിക്ക് ലാസ്റ്റ് ടെൻഷനായിട്ട് മൂവി സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയൊക്കെ മൂവി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 12 മണിയായപ്പോഴത്തേക്കും ഇൻ്റർവെല്ലായിരുന്നു. 12 മണി കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് തീർന്നപ്പോഴത്തേക്കും രാത്രി 2:30 മണിയായി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും ലേറ്റ് ആവുന്നു. വാട്ട് എവർ, ഞാൻ കൊടുത്ത പൈസയൊക്കെ വേർത്ത് മൂവിയാണ്. കിഡു സൂപ്പർ മൂവിയാണ്. ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേരെ ഞാൻ മമ്മീൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് വന്നത്. ഞങ്ങൾ പൊതുവേ ഇങ്ങനത്തെ മൂവീസൊക്കെ മമ്മീൻ്റെ അടുത്ത് പിള്ളേരാക്കിയിട്ടാണ് വരാറുള്ളത്. ഇപ്പോൾ 2:30 ഇനി ഇവിടെ നിന്ന് നേരെ ഇനി വീട്ടിലെത്തുമ്പോഴത്തേക്ക് എന്തായാലും 3 മണിയോ. പിന്നെ നെക്സ്റ്റ് ഡേ സൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല. ബൈ.